BenQ SW272U. ഇതൊരു പ്രൊഫഷണൽ മോണിറ്ററാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തായാലും ഇതൊരു ഹെവി ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ധാരാളം അസോസിയേറ്റഡ് കോമ്പോണൻസ് ഉണ്ട്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ കാണുന്നതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ കാലിബ്രേഷൻ റിപ്പോർട്ടാണ്. BenQൻ്റെ എല്ലാ പ്രൊഫഷണൽ സീരീസിലുള്ള മോണിറ്റേഴ്സും ഫാക്ടറി കാലിബ്രേറ്റഡ് ആണ്. ഇത് നോക്കിയാൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ കാലിബ്രേഷൻ എന്നുള്ളത് അറിയാൻ പറ്റും. മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്ലോഷറാണിത്. മോണിറ്ററിൻ്റെ സ്റ്റാൻഡാണ്, വെൽ പാക്ഡ് ആണ്. ഈ മോണിറ്റർ സാധാരണ മോണിറ്ററുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളൊരു മോണിറ്ററാണ്. എന്തായാലും അത് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റൈലിഷ് സ്റ്റാൻഡ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ബാക്കിലായിട്ട് ഫോട്ടോ വ്യൂ എന്നുള്ള ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കേബിൾസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾസ് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിടാൻ പാകത്തിനുള്ളൊരു ഹോൾഡർ കൂടിയുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേസാണ്. ഈ മോണിറ്റേഴ്സ് നമ്മൾ ഡെസ്കിലൊക്കെ വയ്ക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഗ്രിപ്പുള്ള, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഭംഗിയുള്ളൊരു ബേസാണ് ഇതിൻ്റെ. ഇനി ഇതിൻ്റെ കേബിൾ ബോക്സ് ആണെന്ന് തോന്നുന്നു. യെസ്, ഇതിൻ്റെ കേബിൾ ബോക്സാണ്. ഇതിനകത്ത് ഇതിൻ്റെ മോണിറ്റർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ഉണ്ട്. ഇതിൻ്റെ യൂസർ മാനുവൽ, ഹോട്ട് കീ പക്ക്. ഇതിൻ്റെ അകത്തൊരു USB-C കേബിളുണ്ട്, ഒരു HDMI കേബിളുണ്ട്, ഇതൊരു ഡിസ്പ്ലേ കേബിളാണ്, ഒരു പവർ കേബിളുണ്ട്, USB B2A കേബിളുണ്ട്. ഒരു വലിയ ബോക്സ് കൂടിയുണ്ട്. ഈ വലിയ ബോക്സിൽ എന്താ ഉള്ളത് നോക്കാം. ഷെയ്ഡിങ് ഹുഡ്സാണ് ഇതിനകത്തുള്ളത്. പ്രൊഫഷണൽ യൂസിൽ എപ്പോഴും വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഷെയ്ഡിങ് ഹുഡ്സ്. ഓക്കെ, നൗ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മോണിറ്റർ തന്നെയാണ് ലാസ്റ്റ് പീസ് ടു അൺബോക്സ്. വളരെ തിക്കായിട്ടുള്ളൊരു മോണിറ്ററാണ്. ഈ മോണിറ്റർ കവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്വിക്ക് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് വച്ചിട്ടാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോണിറ്റർ മേടിക്കുന്ന ഒരാൾക്കാണെങ്കിലും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിക്ചേഴ്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് മോഡൽ SW സീരീസിനെ അപേക്ഷിച്ച് കുറേയേറെ വ്യത്യാസങ്ങളുണ്ട്. കുറേ കൂടി സ്റ്റൈലിഷാണ് ഈ മോണിറ്റർ. അതുപോലെ പ്യൂർ മാറ്റ് ഫിനിഷാണ്. ബാക്ക് സൈഡിലുള്ള BenQൻ്റെ ലോഗോയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴാതെ അവരൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യാം. അത് മാത്രമല്ല ബെസ മൗണ്ട് അഡാപ്റ്ററും കൂടിയാണിത്. സോ നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. സ്ട്രെയിറ്റ് ഇതൊന്ന് മൗണ്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ലോക്കുണ്ട്. ഈ മോണിറ്ററിൻ്റെ മേജർ കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ആദ്യത്തെ തന്നെ ഇതിൻ്റെ പവർ കണക്ഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 HDMI ഇൻപുട്ട്സ് ഉണ്ട്, ഒരു ഡിസ്പ്ലേ പോർട്ട് ഇൻപുട്ട് ഉണ്ട്, ഒരു USB-C ഇൻപുട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഒരു USB-B. പ്രീവിയസ് വേർഷൻ SW സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ USB എക്സ്റ്റൻഷൻ പോർട്ടുകളും ഹെഡ്ഫോൺ പോർട്ടും ഇതെല്ലാം മോണിറ്ററിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നേരത്തെ സൈഡിലായിരുന്നു പഴയ വേർഷനിലൊക്കെ. ഈ മോണിറ്ററിന് സ്പീക്കേഴ്സ് ഇല്ല, ഇൻബിൽറ്റ് സ്പീക്കേഴ്സ് ഇല്ലാത്ത ഒരു മോണിറ്റർ. ഇനി മോണിറ്ററിൻ്റെ അടിയിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടണാണ്. ഇനി ഇതിൻ്റെ ജോയ്സ്റ്റിക് കൺട്രോൾസും മെനു ബട്ടൺസും ആണുള്ളത്. അതും ഇതിൻ്റെ അടിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ലോക്ക് ആവുന്ന ഒരു സൗണ്ടും കേൾക്കും. ഈ മോണിറ്ററിൻ്റെ സ്റ്റാൻഡ് 2 സൈഡിലേക്കും നമുക്ക് തിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. വെർട്ടിക്കൽ വീഡിയോസൊക്കെ ചെയ്യുന്നതിനും ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. BenQൻ്റെ പ്രൊഫഷണൽ സീരീസ് മോണിറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ് ഹോട്ട് കീ പക്ക്. ഹോട്ട് കീ പക്കിൻ്റെ G3 ആണ്, വേർഷൻ 3 ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു വയർലെസ് മോഡലാണ്. SW272Uൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഇത് വയർലെസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഡെസ്കിൽ എവിടെ വേണമെങ്കിലും ഇത് പ്ലേസ് ചെയ്യാം. ടു ആൻ എക്സ്റ്റെൻഡ് ഇത് റിമോട്ടാണെന്ന് പറയാം. മോണിറ്ററിൻ്റെ ഒരു റിമോട്ട് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കണക്ഷൻ കൊടുത്ത് നോക്കാം. ഈ മോണിറ്ററിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഒരു ലാപ്ടോപ്പാണ് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ USB-C കേബിൾ മാത്രം ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പ് പവറും ആവും, മോണിറ്റർ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം.